ഹേ ഗായ്സ്, അങ്ങനെ അടിപൊളി ഒരു ട്രിപ്പാണ്. UK നിന്നും ടെൻബിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രിപ്പാണ്. നമുക്ക് ഫുൾ കാഴ്ചകളും കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അപ്പുറത്തെടുത്ത് ഇതിന് രാജതന്ത്രം ഗ്രൂപ്പ് പിരിച്ചാരാ? ആര് അഞ്ച് ഗോതലൊക്കെ ഇറങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് തോന്നി ഇത് കോമഡി പൂരമാണ്. അറേബ്യൻ സീ അല്ല തോറ്റെന്ന് പറഞ്ഞാൽ വേറെ കൊടുക്കാം. അല്ല തോറ്റെന്ന് പറ ഇന്നിക്കുട്ടി സുല്ലിട്. ആ വിന്നിക്കുച്ചി കാര്യാക്കണം. ഇനി മിന്നണ്ട അഞ്ചൂരെടുത്ത് കടങ്ങിയേരെ. ആകാശത്തേക്ക് 8 പടിയെ വരാൻ പോണേ. 5 കരയാൻ പോണ. 5 കരയാൻ ഇന്നിക്കുട്ടി പിടങ്ങി. ഗൈസ് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു 5 കാണിച്ച് തീരുന്നവർ അച്ഛനെ വണ്ടി ഒതുക്കിയിട്ട് വിന്നി പൊട്ടിയപ്പോ 5 പൊട്ടെ. ഞാൻ ഹിന്ദി അതെ സബ്ടൈറ്റിൽസ് കണ്ട് ഞാൻ വരെ പടം പറഞ്ഞു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ടെൻബിയിൽ പോവാണ്. ടെൻബിയിൽ കാസിൽ ബീച്ച്. ഇത് സ്വാൻസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. മെഗ്ഡിയിൽ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ്. ഓക്കെ, പെട്രോൾ അടിക്കണം. ബാക്കിയുള്ളൊരു പുറകിലാണ്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കാനഡ. അല്ല എല്ലാവരും ഇങ്ങ് വാ, ഞാൻ ഒന്നുകൂടെ പറയാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കാനഡ. പൊരിഞ്ഞ പോരാട്ടമാണ് ഗൈസ് വണ്ടിയിൽ നടക്കുന്നത്. തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ് വിന്നിക്കുട്ടി. സത്യം ഗൈസ്, ഇവിടെ ഞങ്ങൾ റോഡ് ഷെഫ് എന്ന് പറഞ്ഞ നമ്മുടെ ഒണ്ടാരിയയിൽ ഓൺ റൂട്ടൊക്കെ ഇല്ലേ, അതുപോലെ ഒരു സ്റ്റോപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. സർവീസ് സ്റ്റേഷൻ എന്നാണ് UK പറയാം. ബോർഡിൽ റോഡ് സൈഡിൽ ഇങ്ങനെ സർവീസ് സ്റ്റേഷൻ അങ്ങനെ സംഭവം കാണും. അതിനർത്ഥം ആ ആക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് ഫുഡും ഡ്രിങ്ക്സും ടോയ്ലറ്റും ഒക്കെ ഉപയോഗിക്കാനുള്ള സ്പോട്ട് വരും. നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ടെൻബി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നത് അടിപൊളി ക്ലിഫ് ഏരിയയാണ് ഗൈസ്. ബീച്ചും മലകളും ഒക്കെ ഉള്ളൊരു ഏരിയ. പുറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ UK ആരും ഒന്നിനും മധുരം എടുത്തില്ല ഗൈസ്.
ഇവിടുന്ന് എവിടെ നിന്നൊക്കെ ഡ്രിങ്ക് കുടിച്ച് അവിടെ ഒന്നും മധുരമില്ല. അച്ചാച്ചൻ അവിടെ ഇരുന്നോണ്ട് സ്ഥലപ്പേരുകൾ വിളിച്ചു പറയാണ്. ഒന്ന് വിളിക്കൂ, ഒന്നുകൂടെ പറയൂ. കോഞ്ചേരി റാന്നി 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 റാന്നി. ആളുകളുണ്ട്, സ്ഥലം ഉണ്ട് കേട്ടാ. ഈ അണ്ടി ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇനി ആളെ കേട്ടുന്നില്ല. എങ്ങനെ അഞ്ചു റാന്നി 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 വണ്ടിക്കകത്ത് ഇനി വിളിച്ചു പറയണ്ട. സ്റ്റാൻഡ് വിട്ടു, സ്റ്റാൻഡ് വിട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് നേരെ ടെൻബിയിലാണ് ഗൈസ്. കാസൽ ബീച്ച്. ഇനി വേറൊന്നും നമ്മൾ നിർത്തുന്നില്ല. ഇനി നേരെ പെട്രോൾ അടിച്ചിട്ട് ഗൈസ് നമുക്ക് അടിക്കാൻ. അന്യായ പൈസ ആണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് നമ്മൾ വിടും. അതെ, ഓഫ് ധൈര്യമൊക്കെ ചോർന്ന് പോയി ഗൈസ്. ഞങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു. ഞങ്ങൾ പോയിന്റ്സ് അടിച്ചു. 3-4 റൗണ്ട് കഴിഞ്ഞു ഗൈസ്. ഇവർ തോറ്റെന്ന് സമ്മതിക്കുന്നില്ല. അത് ക്ലൂ ഒക്കെ കൊടുത്തിട്ട് പറയിപ്പിച്ചേക്കുന്ന ഒപ്പിച്ച്. ഗൈസ് 4ാമത്തെ റൗണ്ടും തോറ്റു തുന്നപ്പാടി ഗൈസ്. അതും പറയാൻ പറ്റിയില്ല. അഞ്ചൂരും പിന്നെ കുടിക്കും പൊട്ടിപ്പാളിസായി ഗൈസ്. പക്ഷെ ഇത് ഞാൻ വെക്കത്തില്ല. ഞാൻ മുമ്പുള്ള വേറെ വീട്ടിൽ കട്ട് ചെയ്യും. വീണ്ടും വീണ്ടും പോക്കാനായി അഞ്ചൂരെ പിന്നീട് ജീവിതം ബാക്കി ഗൈസ്. വലിയ പാത്രം. അഞ്ചു ശരിക്കും അഞ്ചു കരച്ചിരിക്കുന്ന മുട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ സാധു മനുഷ്യത്തെയാണ് അഞ്ചു ഗൈസ്. ഹൃദയാലുമാണ് അഞ്ചു. തോറ്റ് തുന്നമ്പാടിയ വിഷമം വന്നിരിക്കുകയാണ് ഗൈസ്. കമ്പിളിപ്പത വട്ടായി ഗൈസ്. തോറ്റ് തുന്നമ്പാടിയിലെ രോദനം ഗൈസ്. ഗൈസ് ഇവിടത്തേക്ക് പാലം കണ്ടു ഗൈസ്. ഇതുപോലത്തെ പാലമാണ് ത്രൂ ദ റോഡ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമാർന്ന, ഏറ്റവും ഭംഗിയേറിയ, വെയിൽസിനെ തന്നെ വേർതിരിച്ച് നിർത്തുന്ന ടെൻബി നാം ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. അതിമനോഹരമായ വെയിൽസ്. നമ്മളെ വണ്ടിയുടെ സ്പീഡ് ടെൻബി, വെയിൽസിലെ ടെൻബിയിലാണ് നമ്മൾ. ഒരു ഹൈലൈറ്റ് ഇവിടുത്തെ പാലം നിറ. ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്ഥലം നോക്കിക്കോളൂ ഗൈസ്. ഞങ്ങൾ ഇവരെയൊക്കെ ഇവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെ അടുത്തൊന്നുമില്ല. നമ്മൾ നേരെ ബാക്കി പോകണം. അല്ല പിന്നെ അവരെ എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്താലോ. ഞങ്ങൾ അവസാനം ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചു ഗൈസ്. ഇവിടെ നിന്നും കുറച്ച് നന്നാ മതി. പക്ഷെ നമ്മളങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ബീച്ച് സൈഡ് അവർ ഡ്രോപ്പ് ഓഫ് ചെയ്ത ഏരിയയിലോട്ട് നമ്മൾ പോവുകയാണ്. ഈ വഴി കയറിപ്പോയാൽ മതി എന്നാണ്
അവിടുത്തെ അപ്പാപ്പൻ പറഞ്ഞത്, പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന അപ്പാപ്പൻ. നമ്മളപ്പോൾ ഈ സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നല്ലൊരു വൈബുണ്ട് ഗൈസ്. 2 ഇണക്കുരുവികൾ വരുന്നത് കണ്ടു. നടക്കാൻ പോയിട്ട് 2 മടിയന്മാർ. അതിമനോഹരമായ ബീച്ച്. നമുക്ക് എന്തിന്റെ കേടായിരുന്നു ഗൈസ്, എന്തിന്റെ കേടായിരുന്നു ഗൈസ്. വല്ല മെക്സിക്കോയിലോ പോകേണ്ട പകരം ഇന്ത്യയിലെ UK വന്നിരിക്കുന്നു. ചരിത്രം തുടങ്ങുന്ന യുകെയുടെ മുന്നിൽ വന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. റോമൻ സാമ്രാജ്യം ഒത്തിരി ചരിത്രങ്ങൾ പറയാനായിട്ടുള്ള തെരുവീതിയായിരുന്നു. ഈ വീതിയാണ് ഗൈസ്. റിപ്ലൈ ഹൗസ്. ഇത് വെള്ളക്കുതിരയല്ലേ. നമ്മൾ കറങ്ങി തിരികെ വീണ്ടും ഇവിടെ എത്തി ഗൈസ്. ഈ തണുപ്പത്ത് ഐസ്ക്രീമോ? ഈ തണുപ്പത്തോ? ചായ മേടിച്ചാ സഞ്ജയ്. കാനഡയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഗൈസ്. എന്റെ കുസു എന്നെ കാണാഞ്ഞിട്ട് വിഷമിക്കുക. സഞ്ജയ് എവിടെയാന്ന് ചോദിച്ചേ? എവിടെ? റൈറ്റ് ലെഫ്റ്റ്? നമുക്ക് പരിചയമുള്ള ആരും അവിടെ ഇരിക്കുന്നു ഗൈസ്. ഇതാരാ? കാനഡയിൽ ഇവിടെ വന്നിരിക്കുവാന്നോ? അവിടെ നിന്ന് എന്തിനാ പിണങ്ങി ഇറങ്ങിപ്പോ? ഇവിടെ വന്നിരിക്കില്ല, എന്നെ വന്നിരിക്കുന്നു. ലണ്ടനിൽ തിരിച്ചിട്ട് ഗൈസ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഞങ്ങളുടെ മമ്മി. പുരാതന യൂറോപ്പിലെ ആദിമ വംശജര കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ അമ്മച്ചിയുടെ വയസ്സ് 80. അപ്പോൾ ഇപ്പോഴും ജോലി ചെയ്യുവാ. മിൻസിച്ചിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ആ ഇവിടുത്തെ കടകൾ 7-ounce steak sizzler with chunky chips and peas, 10 pounds. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഗൈസ്. നല്ലൊരു വൈബ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയാൽ നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ തന്നെ നല്ല രസം ഗൈസ്. ഈ വഴി നമുക്കിനി ഷോർട്ട് കട്ടിലൂടെ ഇറങ്ങി നടന്ന് ബീച്ചിലേക്ക് പോവാം. വൻ വൈബ്. സമ്മറിൽ വന്ന അടിച്ച് പൊളിക്കാൻ ഗൈസ്. ഇത് കണ്ടോ? അടിപൊളിയിൽ നല്ല രസമുണ്ട്. വേറെ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ആളുകളുടെയും കയ്യിൽ പട്ടിയുണ്ട് ഗൈസ്. പെട്ടിയല്ല, പട്ടി. ഡോഗ്. What did you guys get? I got tasty things. Nice. How about you, Cupcake? I'm not cupcake. I like drawing. I like drawing. എവിടെ പോയാലും ഷോപ്പിങ്ങിന് കടയിൽ കയറി ഗൈസ്. ഇതിനു വേണ്ടി ഇത്രയും ദൂരം നമ്മൾ ടെമ്പിൾ വരേണ്ട കാര്യമുണ്ടോ ഗൈസ്? പറയൂ. ഇവിടെ വന്ന് തീറ്റയല്ലോ. എങ്ങനെ വേണം നമുക്ക് കഴിക്കും? ഞങ്ങൾ തന്നെ കുറച്ച് റീലൊക്കെ എടുത്തിട്ട് മുമ്പിലേക്ക് പോവുകയാണ്. Cool paintings? Sure, when you come to Canada. Yeah. കാനഡയിലെ വീട്ടിൽ ഞാൻ ഒരുപാട് പെയിന്റിങ്സ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു ഗൈസ്. ആരും കണ്ടില്ല. പിടിച്ചോളൂ ഗൈസ്.
taste it. Cookie. I love my doodoo. How's it? Always good. ശരിക്കും ഭയങ്കര ഭംഗിയുള്ള നല്ല അടിപൊളി വൈബായിട്ടുള്ള സ്പോട്ടായിരുന്നു ഗൈസ് 10B. എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. Fresh fish. ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് ആൻഡ് ആങ്കർ. ഇത് നല്ല റേറ്റിംഗ് ഉണ്ട്. ഇവിടെ എല്ലാവരും സജസ്റ്റ് ചെയ്ത സ്പോട്ടാണിത് ഗൈസ്. ഇത് വെയിൽസിൻ്റെ ട്രഡീഷണൽ ഡിഷാണ്. ട്രഡീഷണൽ വെൽഷ് കൗൾ എന്നാണ് പറയുന്നത്. അത് ലാമ്പും വെജീസും പൊട്ടറ്റോസ് ഒക്കെ ആയിട്ടുള്ളൊരു സൂപ്പാണ്. Call is here. Thank you so much. Got it. Can I try some? Sure. Thank you so much. പിന്നെ ഇവിടെ ഇപ്പോൾ ഫുൾ ഫോട്ടോഗ്രാഫി സെക്ഷൻ ആണ് ഗൈസ്. ഇവരൊക്കെ ക്യൂ നിൽക്കുകയാണ് ഗൈസ്. ഇതെല്ലാം തുടക്കം കുറിച്ചത് ഞാനാണ്. ഞാൻ ഫോട്ടോ എടുത്ത മുതൽ എല്ലാവരും ക്യൂ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. Aman is becoming a monk. ഗൈസ് ഒരു രക്ഷയില്ല. ഭയങ്കര കാറ്റും തണുപ്പുമാണ് ഗൈസ്. പക്ഷെ ഇങ്ങനെ പോകുമ്പോ ഒരു വ്യൂ ഉണ്ട്. നോക്കിയേ മോനെ, അടിപൊളി. അതൊരു കാസലാണോ മുകളില്? അടിപൊളി അല്ലേ? വെയിൽസിൽ മസ്റ്റ് ആയിട്ട് വരണം ഗൈസ്. അടിപൊളി വൈബാണ് ഇവിടെ. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരണം. ഒറ്റയ്ക്ക് വന്നാൽ ബുക്ക് റീഡേഴ്സിന് വരാം. അടിപൊളി. അങ്ങനെ ഇവിടെ ഒരു വൈകുന്നേരമായി ഗൈസ്. ഞങ്ങൾ ഓൾമോസ്റ്റ് 5 hours ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിരുന്നു ഗൈസ്. തുള്ളിച്ചാടി വരുന്ന വെള്ളപ്പറവ. അങ്ങനെ ഞങ്ങൾ വെയിൽസ് വിടുകയാണ് ഗൈസ്. സോറി 10B വിടുകയാണ് ഗൈസ്. പറയുവേ എന്താണ്? സമ്മറിലാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. UK-കാരോടാണ് പറയുന്നത്. കാനഡക്കാർക്ക് സമ്മറിലേക്ക് ഇതിനു വേണ്ടി മാത്രം വരാൻ പറ്റൂലല്ലോ. പക്ഷെ വിസിറ്റ് ചെയ്യാം. ബീച്ചുണ്ട്, നല്ലതാ, അടിപൊളിയാണ്. പിന്നെ കുറേ സ്ട്രീറ്റ് ഉണ്ട്, കുഞ്ഞു സ്ട്രീറ്റ്. അത് തണുപ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി എല്ലാം പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് സമ്മറിൽ വരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അടിപൊളി. നല്ല സ്ഥലം. സത്യം ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ഇങ്ങനെ നടക്കാം, ബോറടിക്കത്തേയില്ല. ഭയങ്കര വൈബ്. ഒരുപാട് സ്റ്റോറുകൾ, ഒരുപാട് ഔട്ട്ലെറ്റ്സ്, ഫുഡും എല്ലാം ലോക്കൽ ഫുഡ്, അടിപൊളി സീ ഫുഡ്, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും
UK-യിലുള്ള എല്ലാവരും 10B വിസിറ്റ് ചെയ്യണം. മസ്റ്റ് വിസിറ്റ് ഗൈസ്. അങ്ങനെ ഒരു അടിപൊളി മനസ്സ് നിറഞ്ഞ ഒരുപാട് ഒരു പിടി ലണ്ടൻ ഓർമ്മകളുമായി ലണ്ടൻ ട്രിപ്പ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗൈസ് അങ്ങനെ നമ്മുടെ ലണ്ടൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്. Like and subscribe, comment. Oh.